ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളിലേക്ക് നാം വന്നു ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 50 ദിവസം നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും കൂട്ടായ്മയിൽ കർത്താവിനോട് ചേർന്ന് അവൻ്റെ കഷ്ടാനുഭവങ്ങളെ പ്രതി, അവൻ്റെ ക്രൂശ് മരണത്തിലും അവൻ്റെ രക്ഷാകരമായ പുനരുത്ഥാനത്തിലും നാം പങ്കുചേരുകയാണ്. ഒരു ആഘോഷത്തിൽ ആരംഭിച്ച പരിശുദ്ധ നോമ്പ് ഖാനാവിലെ കല്യാണത്തിന് കർത്താവിൻ്റെ സാന്നിധ്യം അതുമാത്രം കൊണ്ട് അവരുടെ വലിയ കുറവിനെ നിറവാക്കി തീർത്ത ആ വലിയൊരു ആഘോഷ വിരുന്നിൽ ആരംഭിച്ച് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലുടനീളം അവൻ ചെയ്ത അത്ഭുതങ്ങളെയും അവൻ്റെ വാക്കുകളെയും വചനങ്ങളെയും അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായ കുരിശിലെ രക്തത്തെയും കണ്ട് ഇന്ന് നാം അവൻ്റെ ഉത്ഥാനത്തെ ആഘോഷപൂർവ്വം കൊണ്ടാടുവാൻ തക്കവണ്ണം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആഘോഷങ്ങളിൽ ആരംഭിച്ച് ഇന്ന് മറ്റൊരു ആഘോഷത്തിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ ഈസ്റ്റർ നാം കൊണ്ടാടുവാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ, ഈ നോമ്പിൻ്റെ ആരംഭത്തിൽ നാം നമ്മോട് തന്നെ ചേർത്ത് നിർത്തിയ ക്രിസ്തുവിനെ വീണ്ടും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം കൂടി അവലംബിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഈ വലിയ പെരുന്നാൾ ദിവസം അവൻ ചെയ്തതായ അത്ഭുതങ്ങളെ എല്ലാം വളരെ ആശ്ചര്യത്തോടെ കണ്ട് കേട്ട് കൂടുതൽ വിശ്വസിച്ച വലിയ ഒരു കൂട്ടം അവനെ പിൻപറ്റിയിരുന്നു. അവരോടൊരുമിച്ച് അവനെ തൊട്ടവരെയും അവൻ തൊട്ടവരെയും അവനെ വിശ്വസിച്ചവരെയും തങ്ങളുടെ ജീവിതത്തിൽ അവൻ ദർശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകുവാൻ തക്കവണ്ണം ശുദ്ധിയുള്ള ജീവിതങ്ങളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയൻ ഭാഗത്ത് 2 സ്ത്രീകൾ കർത്താവിൻ്റെ കല്ലറയിലേക്ക് സുഗന്ധവർഗം പൂശുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. അവർക്കുണ്ടായിരുന്ന ആ യാത്രയിലുണ്ടായിരുന്ന ഒരു വലിയ ആകുലത ഇതായിരുന്നു: ആ കല്ലറ മൂടി വച്ചിരിക്കുന്ന വലിയ ഭാരമുള്ള കല്ല് ആര് തങ്ങൾക്ക് മാറ്റിത്തരും? എന്നാൽ ആ പ്രതിസന്ധിയെ ഒന്നും അവർ പരിഗണിക്കാതെ തന്നെ തങ്ങളുടെ നാഥൻ്റെ മൃതശരീരം സുഗന്ധവർഗം പൂശുവാൻ തക്കവണ്ണം ഏറ്റവും താല്പര്യത്തോടു കൂടി അവർ വീണ്ടും കടന്നു പോവുകയാണ്. അവർക്ക് വേണ്ടി കല്ലുകൾ ഉരുട്ടി മാറ്റിയ ആ ഒരു കല്ലറ അവർക്ക് തുറന്നു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് ഒരു നല്ല വെളിച്ചം നൽകുന്നുണ്ട്. കർത്താവിനെ നല്ല വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുന്നതായ സന്ദർഭത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, പ്രതിബന്ധങ്ങളുണ്ടാകാം, പിന്മാറ്റത്തിൻ്റെതായ പല വിളികളും നമുക്കുണ്ടായേക്കാം, നാം കേട്ടെന്ന് വരാം. എന്നാൽ നമ്മുടെ ഇച്ഛ അത് ദൈവത്തിലേക്ക് പൂർണ്ണമായ മനസ്സോടും ഹൃദയവിചാരത്തോടും കൂടെയാണ് എങ്കിൽ അതിനെല്ലാം മറികടക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് സഹായത്തിനായിട്ട് ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ പുനരുത്ഥാന പെരുന്നാളിൻ്റെ വലിയ സന്ദേശം അത് തന്നെയാണ്. തന്നെ പിൻപറ്റിയ, തന്നെ വിശ്വസിച്ച, അവൻ്റെ ഇഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമുക്കും പങ്കുചേരാം. ആ ഒരു വലിയ വിശ്വാസത്തിൻ്റെ മാതൃക, തീക്ഷ്ണത കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന മാത്രയിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് എത്തും തോറും അതിനെല്ലാം ലഘൂകരിക്കപ്പെടും എന്നുള്ളത് നിശ്ചയമാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റേതായ, പ്രത്യാശയുടേതായ ഉയർപ്പിൻ്റെ പെരുന്നാൾ ആശംസകൾ നേരുന്നു.